വയസ്സുകാലത്ത് അച്ഛനെ കാശിക്ക് പറഞ്ഞയക്കുന്ന മക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാനിൽ അയക്കുന്ന മക്കളെക്കുറിച്ച് കേട്ടിട്ടേയില്ല. ഒരുപക്ഷെ അത്രയും ജീനിയസുകളായ മക്കൾ ഇതുവരെ ജനിക്കാത്തതാവാൻ കാരണം. പറഞ്ഞു വരുന്നത് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെക്കുറിച്ചാണ്. കോൺഗ്രസ്സുകാരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകൂ എന്നാണ് അനിലിന്റെ ഉത്തരവ്. ഇന്ത്യയിൽ അവർക്കിനി രാഷ്ട്രീയ ഭാവിയൊന്നും ഇല്ലത്രേ. പാകിസ്ഥാനിലെത്തുന്ന കോൺഗ്രസ്സുകാർക്കായി വിശാല ഹൃദയനായ അനിൽ ആന്റണി ഒരു ഗംഭീര മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരെല്ലാം പാകിസ്ഥാനിലെത്തുക, അവിടെ പാർട്ടിയുടെ യൂണിറ്റ് ഉണ്ടാക്കി പ്രവർത്തിക്കുക, വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാം. BJPയെ തോൽപ്പിക്കാൻ മറ്റൊന്നും ചെയ്യണ്ട. നേതാക്കളെ നന്നായി സംസാരിപ്പിച്ചാൽ മതി. അവർ സ്വയം കുഴി തോണ്ടി അതിൽ വീണോളും. പറഞ്ഞു വരുന്നത് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെക്കുറിച്ചാണ്. അനിലിൻ്റെ കഴിവുകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ബഹുമുഖ പ്രതിഭയെ കോൺഗ്രസിന് മുതൽക്കൂട്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയാണ് അനിൽ. കേരള രാഷ്ട്രീയത്തിലെ അതികായൻ ശ്രീ PC ജോർജ് മോഹിച്ച മണ്ഡലം. പക്ഷേ BJP കൊടുത്തില്ല. വിളിച്ചു നടത്തിയ ശേഷം ഭക്ഷണമില്ലെന്ന് പറഞ്ഞ അവസ്ഥയിലായി പോയി PC. പതിവ് പോലെ ആദ്യം PC സ്വതസിദ്ധമായ ശൈലിയിൽ അലറി അനിലിനെ തെറി വിളിച്ചു. ഈ ചെക്കനെ ആർക്കെങ്കിലും അറിയാമോ എന്നൊക്കെ അലറി. പിന്നീട് സ്വയം അടങ്ങി. പെട്ടിയും കിടക്കയുമായി തെരുവിൽ അലഞ്ഞപ്പോൾ അഭയം തന്നത് BJP ആണ്. ഇനി മറ്റെങ്ങും പോകാനില്ലാത്തത് കൊണ്ട് മാത്രം തൽക്കാലം PC അടങ്ങി. ഇനി കാര്യത്തിലേക്ക് വരാം. സ്വന്തം മകനെതിരെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് AK ആന്റണി പത്തനംതിട്ടയിൽ പ്രചാരണത്തിനിറങ്ങുമോ? അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ ഉയരുന്ന ചോദ്യം ഇതാണ്. കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവാണ് ആന്റണി. മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി എന്നീ നിലകളെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസിൽ നിർണായക സ്വാധീനമുള്ള ആൾ തന്നെയാണ് ആന്റണി. ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസ് അതിനിർണായകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. BJP ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ കെൽപ്പില്ലാതെ ഒട്ടൊക്കെ അടിപതറി നിൽക്കുകയാണ് കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പണമില്ലാതെ അതിഗുരുതര അവസ്ഥയിലൂടെ പാർട്ടി കടന്നു പോകുന്നു. ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ട സമയം. ഈ സാഹചര്യത്തിലാണ് പത്തനംതിട്ടയിൽ ആന്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി പ്രചാരണത്തിനിറങ്ങുമോ എന്ന ചോദ്യം ഉയരുന്നത്. ഒടുവിൽ ആന്റണിയുടെ പ്രതികരണമെത്തി. പത്തനംതിട്ടയിൽ പ്രചരണത്തിന് പോകുന്നത് ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കുമെന്നാണ് ആന്റണി പറഞ്ഞത്. വരാനിരിക്കുന്നത് ഒരു ഡു ഓർ ഡൈ തെരഞ്ഞെടുപ്പാണ്. KPCC തീരുമാനിക്കുന്ന പട്ടിക അനുസരിച്ച് പ്രചാരണം നടത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. ആരോഗ്യം അനുവദിക്കുന്നത് പോലെ തിരുവനന്തപുരത്തെ എല്ലായിടത്തും പ്രചാരണത്തിനെത്തും. ഭരണഘടന സംരക്ഷിക്കാൻ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും താഴെയിറക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് AK ആന്റണി പറഞ്ഞത്. ശരിക്കും നിരാശപ്പെടുത്തുന്ന മറുപടിയല്ലേ? സർ, ഇത് അച്ഛനും മകനും തമ്മിലുള്ള മത്സരമല്ല. രണ്ട് രാഷ്ട്രീയ വിശ്വാസങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. രാജ്യത്ത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന കാലത്ത് AK ആന്റണിയെപ്പോലുള്ള നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള അഴകുഴമ്പൻ മറുപടിയല്ല വേണ്ടത്. കുറഞ്ഞപക്ഷം ലീഡർ കരുണാകരൻ്റെ മകൻ K മുരളീധരൻ്റെ മാതൃകയെങ്കിലും സ്വീകരിക്കാമായിരുന്നു. AK ആന്റണി എന്ന പേരിൻ്റെ ബാക്കപ്പ് മാത്രമാണ് അനിൽ ആന്റണിക്കുള്ളത് എന്ന വസ്തുത എല്ലാവർക്കും അറിയാം. അതിനപ്പുറം അനിൽ ആന്റണിയെ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല. ഇത് പറയുമ്പോൾ പശ്ചാത്തലത്തിൽ മുഴങ്ങുന്നത് അനിലിൻ്റെ വാക്കുകളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് പ്രചാരണം നടത്തിയ പത്തനംതിട്ടയിൽ മറ്റാരും പ്രചാരണം നടത്തിയിട്ട് കാര്യമില്ല. പിതാവിന് 84 വയസ്സാണ്. അദ്ദേഹം 2 വർഷം മുമ്പ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചതാണ്. മോദി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് മറ്റൊരു നേതാവിനും ഉണ്ടാക്കാൻ കഴിയില്ല. AK ആന്റണിയുടെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട് എന്നാണ് അനിൽ ആന്റണി പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച ആന്റണിക്ക് ഇനി പാകിസ്ഥാനിലേക്കോ കാശിയിലേക്കോ എവിടേക്ക് വേണമെങ്കിലും പോകാം. ജനാധിപത്യ മതേതരത്വ തള്ളുമായി വരാതിരുന്നാൽ മതി.